എല്ലാത്തിനും ഒരു വിപരീത പ്രവർത്തനം ഉണ്ടാവുമല്ലോ. ഭാരതത്തിൽ എങ്ങനെയുണ്ട്? അന്നും ഇന്നൊക്കെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വലിയ വില കൽപ്പിക്കുന്ന രാജ്യമാണ് ഭാരതം. കാരണം ചർവാകനെയും മഹർഷിയായിട്ട് കരുതിയത് നമ്മളാണ്. കാരണം നിരീശ്വരവാദിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെയും മഹർഷി സന്യാസിയായിട്ട് നമ്മൾ കരുതിയിരുന്നത്. അതുകൊണ്ട് ഇതിന്റെ വിമർശനം ഉണ്ടാകാം, സ്വാഭാവികമാണ്. കാരണം ചില ആളുകൾക്ക് ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ, ഇപ്പം നമുക്ക് ഭാരതത്തിൽ ഏത് ക്ഷേത്രം എടുത്താലും ഒരു ക്ഷേത്രവും പണിഞ്ഞു പൂർത്തിയായ ശേഷമല്ല പ്രതിഷ്ഠ നടക്കുക. ഗർഭഗൃഹം പൂർത്തിയായാൽ പ്രാണപ്രതിഷ്ഠ നടത്താം. അത് അതിന്റെ താന്ത്രികവിധി അനുസരിച്ച്, താന്ത്രിക പാരമ്പര്യം അനുസരിച്ച് അവർ നിശ്ചയിക്കുന്ന തീയതിയാണ്. അതിനകത്ത് രാഷ്ട്രീയമാനമൊന്നുമില്ല. രാമൻ എല്ലാവരുടേതുമാണ്. കാരണം വന്ന ജനങ്ങളെല്ലാവരും ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമായി ചിന്തിക്കുന്നവരാകണമെന്നില്ല. പക്ഷേ ഈശ്വരൻ എല്ലാവരുടേതുമാണ്. അതുകൊണ്ട് അതിന് വലിയ കാര്യമൊന്നുമില്ല. പ്രതിഷേധിക്കുന്ന ആളുകളും നാളെ പലരും പറയുന്നുണ്ട്, ഞങ്ങൾ ഇതിന് ശേഷം ഞങ്ങൾ അയോധ്യയിലേക്ക് പോകും, രാമനെ ദർശിക്കുമെന്ന് പലരും പറയുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു രാഷ്ട്രീയ ഗമ്മിക്കുന്നതിനപ്പുറത്തേക്കൊന്നുമില്ല. ഇതുകൊണ്ട് എന്തെങ്കിലും നേട്ടം ഭരിക്കുന്ന സർക്കാർ ഉണ്ടാകുമെന്ന് ചിന്തിച്ച് പറയുന്നതാണ്. അതിനപ്പുറത്തേക്ക് രാമനെ സംബന്ധിച്ച് രാമൻ എല്ലാവരുടെയും ഈശ്വരനാണ്. എല്ലാ ഗ്രാമങ്ങളും അയോധ്യയാണ്. നിരവധി ആളുകൾ ജീവൻ കൊടുത്തു. ഏകദേശം 3 ലക്ഷത്തോളം ആളുകളുടെ ജീവൻ കൊടുത്തിട്ടുണ്ട്. പലപ്പോഴും 77 യുദ്ധങ്ങൾ തന്നെ ഇതിനു വേണ്ടി തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള യുദ്ധം നടന്നിട്ടുണ്ട്. 1528 ബാബറിന്റെ സൈന്യാധിപൻ മിർബാക്കി ഈ ക്ഷേത്രം ആക്രമിച്ച് തകർത്ത് പള്ളി പണിയുന്നത്. അന്ന് മുതൽ തന്നെ ഇത് തിരിച്ചു പിടിക്കാനുള്ള പ്രക്ഷോഭം ഹിന്ദു സമൂഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഈ അടുത്ത കാലഘട്ടത്തിൽ ഏകദേശം പ്രക്ഷോഭങ്ങളുടെയും സമര പോരാട്ടങ്ങളുടെയും നിയമ പോരാട്ടങ്ങളുടെയും ഒക്കെ പറഞ്ഞു. 124 വർഷത്തോളം നിയമ പോരാട്ടം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് സുപ്രീം കോടതി ആർക്കിയോളജിക്കൽ സർവേയുടെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് വിധി പ്രഖ്യാപിച്ചത്. അപ്പൊ മൊത്തം ഭാരതീയരെ ഒരുമിപ്പിക്കുന്ന ഒരു കേന്ദ്ര ബിന്ദുവായി, സംസ്കാര ബിന്ദുവായി രാമൻ മാറി എന്ന് പറയാൻ കാര്യം, ഭാരതത്തിൽ ജനിച്ച എല്ലാവരും ഈ പാരമ്പര്യത്തിലുള്ളവരാണ്. യഥാർത്ഥത്തിൽ അതെല്ലാം തന്നെ ഇവിടെ എല്ലാ കാലത്തും ഈ തരത്തിലെ ദേശവിരുദ്ധ ശക്തികൾ പ്രവർത്തിച്ചു വന്നിരുന്നു. അവരുടെ ലക്ഷ്യം വേറെയാണ്. അവർ ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കുവാനും ഈ രാജ്യത്തിൻ്റെ ഏകതയെ തകർക്കാനും വേണ്ടിയിട്ടുള്ള, അതുപോലെ തന്നെ ഈ നാടിൻ്റെ ഇന്ന് ഉയർന്നു വരുന്ന ഐക്യത്തെ തകർക്കാനും വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമമാണ്. ഇതെല്ലാ കാലത്തും നടന്നതാണ്. അത് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഭാരതത്തിലെ ദേശസ്നേഹികൾ ഇന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതാണ് ഇത്രയും വലിയ ഒരു മുന്നേറ്റവും സഹകരണവും ഒക്കെ തന്നെ ഈ രാമജന്മഭൂമി പ്രക്ഷോഭത്തിനും ഇന്നത്തെ ഈ മുഹൂർത്തത്തിൽ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കാളികളായതും അത് തന്നെയാണ് വെളിവാക്കുന്നത്. അങ്ങനെ ഏത് കാര്യം ആൾക്കാർക്ക് പറയാമല്ലോ. അതിന്റെ പിന്നെ എന്തെങ്കിലും വെസ്റ്റഡ് ഇൻട്രസ്റ്റ് അവർക്ക് ഉണ്ടാകാം. അതുകൊണ്ട് പറയുന്നതാണ്. ഏത് നല്ല കാര്യം വന്നാലും അതിന്റെ പുറകിലൊരു കാര്യം ഉണ്ടാകുമല്ലോ. പിന്നെ റാഡിക്കൽ മറ്റു പാർട്ടികളൊക്കെ ഉണ്ടല്ലോ, മതസ്ഥരുണ്ട്. ആ മതസ്ഥരുടെ എന്തെങ്കിലും അവരുടെ ഉദ്ദേശം കൊണ്ടായിരിക്കാം പറയുന്നത്. അതിൽ സത്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ലോകത്തിൽ എന്ത് സംഭവം നടന്നാലും, നല്ല കാര്യങ്ങൾ നടന്നാലും എതിർപ്പുണ്ടാവും. അത് സ്വാഭാവികമാണ്. ഏറ്റവും നല്ല കാര്യങ്ങൾ നടന്നാലും എതിർപ്പുകൾ ഉണ്ടാവും. ഏത് നല്ല ഭരണം ഉണ്ടായാലും അതിന് എതിർപ്പുകൾ ഉണ്ടാവും. അത് ജനാധിപത്യത്തിന്റെ ഒരു ഭാഗമാണ്. അവർക്ക് എതിർക്കാനുള്ള അവകാശമുണ്ട്, അവരുടെ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. അത് അവരുടെ അവകാശത്തിന് വിട്ടുകൊടുത്തിരിക്കുന്നു. അല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് അവരുടെ എതിർപ്പിനെ അതേപോലെ നിൽക്കട്ടെ, അവർ വിശകലനം ചെയ്യട്ടെ. പ്രാണപ്രതിഷ്ഠയെ എതിർക്കുന്നവരുണ്ടാകാം. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ എല്ലാത്തിനെയും 100% സമൂഹം അംഗീകരിക്കില്ല. ലോകത്ത് ഭാരതത്തിന്റെ പഴയ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിരീശ്വരവാദ തത്വശാസ്ത്രം ഈ ഭാരതത്തിൽ ഉണ്ടായിരുന്നു. അവരെ വിളിച്ചിരുന്നത് ഋഷീശ്വരൻ എന്നാണ്. അണുവിൽ നിന്നാണ് ജീവന്റെ ഉൽപ്പത്തി ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞ കണാദ മഹർഷിയായിട്ടാണ് അംഗീകരിച്ചത്. അപ്പൊ ആ അംഗീകരിക്കുന്ന സ്വഭാവമാണ് ഭാരതത്തിന്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സ്വഭാവമാണ് ഭാരതം. അതുകൊണ്ട് എതിർക്കുന്നവനെ നശിപ്പിക്കുക എന്ന സിദ്ധാന്തം ഭാരതത്തിനില്ല. ഭാരതം എല്ലാവരെയും സ്വാംശീകരിക്കുകയും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന തത്വശാസ്ത്രമാണ്. അതുകൊണ്ടാണ് നമ്മൾ അഗ്നി അറിയാലോ, അഗ്നി എല്ലാം സ്വീകരിക്കുന്നതാണ്. അതിൽ സ്ഫുടം ചെയ്ത് ശുദ്ധീകരിച്ചെടുത്തു കഴിഞ്ഞ ഭസ്മമായി ആ ഭസ്മം നമ്മൾ ശുദ്ധീകരിച്ചെടുത്തത് ദേഹത്ത് തൊടുന്നു. ശുദ്ധീകരണമാണ് ഇവിടെ നടക്കുന്നത്. ഭാരതം ഒരു ശുദ്ധീകരണം നടക്കുന്ന ഒരു ശാലയാണ്. അത് ഏത് അസംസ്കാരപരമായിട്ട് വന്നിരിക്കുന്ന ഓരോ വ്യക്തിയെയും ഭാരതത്തിന്റെ തത്വശാസ്ത്രം ഉൾക്കൊണ്ടുകൊണ്ട് അത് സംസ്കാരത്തിന്റെ ഭാഗമായി മാറുന്നു. നമുക്കറിയാം, വിളകൾക്കിടയിൽ കീടങ്ങൾ ഉണ്ടാകും. കീടങ്ങളെ നമ്മൾ എന്താ ചെയ്യും? നശിപ്പിക്കും. ചിലത് സ്വാഭാവികമായി നശിക്കും. നമ്മൾ അതിനെ മൈൻഡ് ചെയ്യാതിരിക്കുക. ഭാരതത്തിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളും അതിശക്തമായി മുന്നോട്ട് വന്നു. ലോകത്തിന് മുമ്പിലുള്ള ഭാരതത്തിന്റെ ദേശീയത ഉയർത്തിപ്പിടിച്ചപ്പോൾ അതിനെ അംഗീകരിച്ചു. അത് അംഗീകരിക്കാതിരിക്കുന്ന ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് കേരളം മാത്രമാണ്. കേരളം ഇപ്പോഴത് തിരിച്ചറിഞ്ഞ് ജനങ്ങൾ അംഗീകരിച്ചു തുടങ്ങി. അതാണ് വ്യത്യാസം. അത് നമുക്ക് അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി 24-ലെ തെരഞ്ഞെടുപ്പോടുകൂടി അതിന്റെ മാറ്റം, വോട്ടിംഗ് ശതമാനത്തിന്റെ ഉയർച്ച, അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതിന് വ്യക്തികളുടെ പ്രവർത്തനങ്ങളാണ് അത് സമൂഹം അംഗീകരിക്കുമ്പോഴാണ് വിജയിക്കുന്നത്.